ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് കൊണ്ടൊരു നെയ് റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 1/2 കപ്പ് ഉഴുന്ന് വേണം. ഈ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ട് ഇത് നമ്മൾക്ക് നല്ലപോലെ കഴുകിയിട്ട് സാധാരണ ദോശയ്ക്കെടുക്കുന്ന അതുപോലെ തന്നെ ഇത് കുതിർത്തെടുക്കണം. കഴുകി വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത്രയും ഉഴുന്നെടുത്തു. പിന്നെ വേണ്ടത് അത് നല്ല പോലെ വെള്ളം ഒഴിച്ച് കഴുകി 2-3 പ്രാവശ്യം കഴുകിയിട്ട് സാധാരണ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്നത് പോലെ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത മാവാണ് ഇപ്പം ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഒത്തിരി പുളിച്ചൊന്നും പോകാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കാം. 1 തൊട്ട് 1.5 കപ്പ് വരെ ചേർക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള സ്വല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. നല്ല പോലെ ഇളക്കണം. ഈ ഉഴുന്നും ഈ ഗോതമ്പ് പൊടിയും കൂടെ നല്ല പോലെ മിക്സ് ആകണം. ഇതിപ്പോൾ ഇഡലിക്കൊക്കെ പറ്റുന്ന ഇത് ഇഡലി ചുടാം. ഈ ഒരു അളവിൽ ഇഡലി ഉണ്ടാക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ പകുതിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കി നോക്കാം. ആ 1/4 കപ്പ് ഒഴിച്ചു. അപ്പം നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ മതി. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തേക്കണം. നമുക്ക് വലിയ പാൻ വെച്ചിട്ട് നെയ് റോസ്റ്റ് പോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ നെയ് റോസ്റ്റിൻ്റെ ഉണ്ടാക്കുന്ന പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റട്ടെ. ഇതിൽ ഞാൻ കുറച്ച് നല്ലെണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. പാനൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ദോശമാവ് ഒഴിച്ച് കൊടുക്കാം. പാൻ ഒത്തിരി അങ്ങ് ചൂടാകാൻ നിൽക്കണ്ട. ഇപ്പം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിങ്ങനെ പരത്തി കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു വശം ഇങ്ങനെ ഒന്ന് വെന്ത്
ഒന്ന് ആ പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കണം. ഞാനിങ്ങനെ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിയണം. നല്ല ഒരു ബ്രൗണിഷ് കളറൊക്കെ വരണം. അത്രയും വരെ മൂത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് നെയ് റോസ്റ്റിൻ്റെ അതേ രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല കനം കുറഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, നല്ല ഒടിഞ്ഞൊടിഞ്ഞ് വരുന്ന പോലെ ഉണ്ട്. നമ്മൾക്ക് അടുത്തത് ഒഴിച്ച് കൊടുക്കാം. രണ്ടാമത്തെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പാൻ ഒത്തിരി ചൂടായി നിൽക്കരുത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പരക്കാൻ പ്രയാസമാകും. അതുകൊണ്ടാണ്. ഇത് നല്ല ദോശയാണ്. നെയ് റോസ്റ്റ് ഇപ്പം അരിയൊന്നും കഴിക്കണ്ടെങ്കിൽ നമുക്ക് ഉഴുന്നും ഈ ഗോതമ്പ് പൊടിയും ചേർത്ത് ഇങ്ങനെ നല്ല ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. ഇത് ചൂടോടെ കുറച്ച് പഞ്ചസാര ഇട്ടാണെങ്കിലും നമ്മൾക്ക് ഇതിലോട്ട് ഷുഗറൊക്കെ നല്ലപോലെ വിതറിയിട്ട് കഴിക്കാവുന്ന നല്ല രസമാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പോലെയാണ് ഇരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് എടുക്കാം. ഇച്ചിരി വെള്ളം തളിച്ച് ചൂട് ക്രമീകരിച്ചിട്ട് വേണം ഓരോ പ്രാവശ്യത്തേത് ഒഴിച്ച് കൊടുക്കാൻ. ഇതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ എല്ലാ നെയ് റോസ്റ്റും ചുട്ടെടുക്കാം. ഇത് നമ്മൾക്ക് സാധാരണ ദോശയുടെ നെയ് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്ന ചമ്മന്തിയും തക്കാളി ചട്നിയും വെള്ളച്ചമ്മന്തി എല്ലാം കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരു ടേസ്റ്റിനും ഒരു വ്യത്യാസവും ഇല്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുക. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ക്രിസ്പിനെസ്സോടു കൂടിയാണ് ഇതിരിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ സാധാരണ ദോശയുടെ ഒരു ചമ്മന്തിയാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും നെയ് റോസ്റ്റിന് കഴിക്കുന്ന ഏത് ചമ്മന്തിയുടെ കൂടെയും ചട്നി, കുറുകിയ ചട്നിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാം. ഇത് വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.